എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ആഘോഷങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചാണ്. ആഘോഷങ്ങൾ തീർച്ചയായും മനുഷ്യരെ കൂട്ടിച്ചേർക്കും, പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കും, നമ്മുടെ കൾച്ചർ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ആഘോഷങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നിരവധി ആഘോഷങ്ങളുണ്ട്. ഓണം, വിഷു, പെരുന്നാളുകൾ, ക്രിസ്മസ്, ഈസ്റ്റർ മുതലായ ആഘോഷങ്ങളാണ് പ്രധാനമായും നമ്മുടെ നാട്ടിലുള്ളത്. ഈ ആഘോഷങ്ങളൊക്കെയും നമ്മുടെ സോഷ്യൽ യൂണിറ്റിയുടെ ഒരു വലിയ ഘടകമാണ്. ഈ പല ആഘോഷങ്ങളും മതപരമായും ആത്മീയപരമായും നിരവധി വ്യക്തികൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്ന വിഷയം ഈ ആഘോഷങ്ങളുടെ പ്രസക്തിയും അവ സാമ്പത്തികമായി നമ്മുടെ സമൂഹത്തെ സഹായിക്കുന്ന നിരവധി മേഖലകളെയും കുറിച്ചാണ്. നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ട ആഘോഷങ്ങളല്ലാതെ നമുക്ക് പ്രാദേശിക ആഘോഷങ്ങളുണ്ട്. പ്രാദേശിക ആഘോഷങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ്. നമ്മൾ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ പള്ളികളിലെ പെരുന്നാൾ എടുക്കണം. ഇതാ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ്. അമ്പലത്തിലെ ഉത്സവം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആ ആഘോഷം ഭംഗിയാക്കാൻ നിരവധി ആളുകളുടെ കഷ്ടപ്പാടുണ്ട്. പൂജാരിമാരുണ്ട്, ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻസ് ഉണ്ട്, സൗണ്ട് ഉണ്ട്, സദ്യക്കാരുണ്ട്, വാദ്യമേളക്കാരുണ്ട്, കലാപ്രകടനം, കരിമരുന്ന് പ്രകടനം, നാടകം, ഗാനമേള. ഇത് തന്നെയാണ് പള്ളികളിൽ സംഭവിക്കുന്നത്. പള്ളിയിലെ പെരുന്നാളുകളിൽ ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകാരും വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം, ഒരു ആഘോഷം നടന്നാൽ നിരവധി രീതിയിലുള്ള സാമ്പത്തികമായ സഹായമാണ് പല ആൾക്കാർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് പല കുടുംബങ്ങളും കഴിയുന്നുണ്ട്. ഇപ്പം പള്ളി പെരുന്നാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെച്ചുവാണിക്കടക്കാരുണ്ട്, മധുരപലഹാരം വിൽക്കുന്നവരുണ്ട്. ഇവരൊക്കെ നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അന്നത്തിനെയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വലിയ രീതിയിൽ നമ്മൾ കൊണ്ടാടണം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രാദേശിക ആഘോഷങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ചെറിയ തോതിലാണ് നടത്തുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷങ്ങൾ നടക്കാറില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ പ്രദേശത്തെ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ വലിയ തോതിൽ പെരുന്നാളുകളും ഉത്സവങ്ങളും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ വളരെ ചുരുങ്ങിപ്പോയതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. 5 ചെണ്ട വേണ്ടടുത്ത് 1 ചെണ്ടയും, 4 ബാൻഡ് മേളം ഉള്ളിടത്ത് 1 ബാൻഡ് മേളവും, നാടകം ഉണ്ടായിരുന്നിടത്ത് നാടകവും, ഗാനമേള ഉണ്ടായിരുന്നിടത്ത് ഗാനമേളയും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായി. ഞാൻ പലപ്പോഴും ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിൻ്റെയൊക്കെ പുറകിലുള്ള വ്യക്തികൾ, അത് അമ്പല കമ്മിറ്റി ആകട്ടെ പള്ളി കമ്മിറ്റി ആകട്ടെ, അവരൊക്കെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട്. അവർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല. അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഇതൊക്കെ നടന്നു പോയാൽ മതി. എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഇതൊന്നും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടത്തുന്ന പരിപാടികളല്ല. ഇതൊക്കെ അമ്പലത്തിലെ ഭക്തരുടെയും പള്ളികളിലെ വിശ്വാസികളുടെയും പണം കൊണ്ട് നടത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രദേശത്തിൻ്റെ അഭിമാനവും ആ പ്രദേശത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകവുമാണ്. അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ നടത്തണം. എന്നാലേ ഉള്ളൂ നമ്മുടെ പരസ്പര ബഹുമാനവും പരസ്പര ഐക്യവും കൂടത്തുള്ളൂ. ഇനി രണ്ടാമതായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അമ്പലത്തിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളുടെ കലാപരിപാടികളും ചില ദിവസങ്ങളിൽ നടക്കാറുണ്ട്. ഈ ഉത്സവങ്ങളൊക്കെ ചെറുതാവും തോറും ഇത്രയും കലാപരിപാടികളൊന്നും നടക്കാറില്ല. അതുകൊണ്ട് ഈ കുഞ്ഞു കുട്ടികൾക്ക്
അവർ നൃത്തത്തിലും സംഗീതത്തിലും കഴിവുള്ള നിരവധി കുട്ടികളുണ്ട്. അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് പള്ളിയിലെ അവസ്ഥ. അപ്പോൾ ഇതിന് കാരണക്കാരായവർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇനിയുള്ള നാളുകളിലെങ്കിലും ഇതുപോലെയുള്ള പരിപാടികൾ നല്ല രീതിയിൽ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് ഒന്നിച്ചിരിക്കാൻ ഒരു ഇടമാണ്. പലപ്പോഴും ആഘോഷങ്ങളാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവം, ഏതെങ്കിലും പള്ളിയിൽ പെരുന്നാളും കാണുമായിരുന്നു. കൂട്ടുകാർ തമ്മിൽ കൂടുകയും അല്ലെ കുടുംബമായിട്ട് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് മനുഷ്യന് ആ സാഹചര്യമില്ല. കാരണം അമ്പലത്തിൽ ഉത്സവം കുറവാണ്, പള്ളികളിൽ പെരുന്നാളും കുറവാണ്. ഇതൊക്കെ ഉണ്ട്, പേരിന് മാത്രം. അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ ഒറ്റപ്പെടുന്നത്. ഒരു യുവാവിന് മറ്റു യുവാക്കളെ കാണാൻ പറ്റാതെയാവുമ്പോൾ അവൻ സോഷ്യലി ഐസൊലേറ്റഡ് ആയി പോകും. ഒരു കുടുംബത്തിന് പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാനില്ലാതെയാകുമ്പോൾ അവർ കുടുംബത്തിൽ തന്നെ പെട്ടുപോകും. ഇത് നമ്മുടെ സമൂഹത്തെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നയിക്കുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ കാട്ടി പല ആഘോഷങ്ങളും വെട്ടിച്ചുരുക്കാറുണ്ട്. പഞ്ചായത്തുകളും ഗവൺമെൻറ്റുകളും ഈ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ്. ശബ്ദമലിനീകരണവും പരിസര മലിനീകരണവും പറഞ്ഞ് പല രീതിയിലുള്ള ആഘോഷങ്ങളും വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ അതിന് അവർ പറയുന്ന ചട്ടക്കൂടി നിർത്തി നടത്തിക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആഘോഷങ്ങൾക്ക് അതിർവരമ്പുകളില്ല. അത് നല്ല രീതിയിൽ നടത്തി ജനങ്ങളെയെല്ലാം ഒരുമിപ്പിച്ച് എല്ലാവർക്കും ആനന്ദകരമാകുന്ന രീതിയിൽ നടത്തണം. വേണ്ടാത്ത നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ സന്തോഷത്തെയും ജനങ്ങളുടെ ഐക്യത്തെയും നമ്മൾ ഇല്ലാതാക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഈ അമ്പലത്തിലും പള്ളികളിലും ഉത്സവത്തിനും മറ്റാഘോഷങ്ങൾക്കും ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, നാടകം, ഗാനമേള, ഇവരൊക്കെ അവരുടെ ഇൻസ്ട്രുമെൻസിനും എക്യുപ്മെൻറ്റിനും ഒക്കെ ചെറിയ തോതിൽ പണം ഇറക്കുന്നുണ്ട്. പലപ്പോഴും ഇതൊക്കെ സീസൺ വൈസാണ്. സീസൺ കഴിഞ്ഞാൽ പരിപാടിയില്ല, അടുത്ത സീസൺ വേണ്ടി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ പള്ളിയിൽ പരിപാടി കിട്ടിയാലേ ഉള്ളൂ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പരിപാടി കിട്ടത്തുള്ളൂ. ആ അമ്പലത്തിൽ കിട്ടിയാലേ ഉള്ളൂ തൊട്ടടുത്ത അമ്പലത്തിൽ പരിപാടി കിട്ടത്തുള്ളൂ. ഇവിടെയൊന്നും പരിപാടി കിട്ടിയില്ലെങ്കിൽ ഇതുങ്ങൾക്കൊക്കെ ദൂരദേശങ്ങളിൽ പോയി പരിപാടി പിടിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പലതരത്തിലുള്ള മേഖലയെ ഇല്ലാതാക്കുകയാണ്. നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒന്ന് മറ്റൊന്നിന് സഹായമാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ പരിധികൾ നിശ്ചയിക്കുമ്പോഴും ഇതിനൊക്കെ നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും ഓർക്കുക, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നിരവധി പേരുടെ സാമ്പത്തികമായ അടിത്തറയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. എല്ലാവർക്കും ഡോക്ടർമാരോ എല്ലാവർക്കും എഞ്ചിനീയർമാരോ എല്ലാവർക്കും വലിയ ബുദ്ധിമാന്മാരാകാനോ സാധിക്കത്തില്ല. ചിലപ്പം ഈ ഒരു ചെറിയ തൊഴിലായിരിക്കും ഒരുവൻ്റെ കുടുംബത്തിലെ ഏക വരുമാന മാർഗം, അവൻ്റെ കുടുംബത്തിലെ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള മാർഗം. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കൊട്ടിയടക്കുകയാണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് മൂലവും ആഘോഷങ്ങൾ ഒഴിവാക്കുന്നത് മൂലവും ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. നമ്മൾ നമ്മുടെ വലിയ ആഘോഷങ്ങൾ വരുമ്പോൾ വലിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വലിയ ക്യാമ്പയിനൊക്കെ നടത്തും. വലിയ ബിസിനസ്സുകളൊക്കെ
വൻതോതിൽ പണമിറക്കി കച്ചവടം ഉണ്ടാക്കും. പക്ഷെ പ്രാദേശിക ആഘോഷങ്ങൾ പലപ്പോഴും പലരും വിസ്മരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.